ഹായ് കൂട്ടുകാരെ, പ്രയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചെടിയുടെ പേരാണ് വെള്ളക്കൊന്ന അല്ലെങ്കിൽ മണിക്കൊന്ന എന്ന പേരുള്ള നല്ല ഭംഗിയുള്ള ചെടിയാണിത്. ഇതൊരു കുറ്റിച്ചെടിയായിട്ടാണ് വളരുക. അല്ലെങ്കിൽ ഇത് നമ്മൾ വെട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ വലിയൊരു സാധാ ഒരു അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു മരം പോലെ ആയി വരുന്ന ഒരു ചെടി കൂടിയാണിത്. ഇങ്ങനെ ഇതേപോലെ നമ്മൾ നട്ടുകൊടുത്ത് ഒരു വർഷത്തിന് ശേഷം തന്നെ നല്ല തരത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത്. ഇതാണ് ഈ പൂക്കൾ ഉണ്ടാകുന്ന സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇതേപോലെ താഴോട്ടായിട്ട് ഇങ്ങനെ നമ്മൾ സാധാ കൊന്നയുടെ കുലകളായിട്ടാണ് ഇതിങ്ങനെ താഴോട്ടേക്ക് വന്നിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുക. നല്ലൊരു ഭംഗിയുള്ള ചെടിയാണിത്. ഈ ഒരു ഇലകൾക്കൊരു മഞ്ഞളിപ്പ് വരുന്നത് ഓവറായിട്ട് വെയിൽ കൊള്ളുന്നത് കൊണ്ടാണ് ഇതേപോലെ മഞ്ഞളിപ്പ് വരുന്നത്. ഇതിൻ്റെ താഴെ ഭാഗം തൊട്ടിട്ടുള്ള കൊമ്പിൽ എല്ലാ കൊമ്പിലും ഇതിൽ പൂക്കൾ ഉണ്ടാവും എന്നതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത. ഈ ഒരു ചെടി നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ ചാക്കിലോ എങ്ങനെ വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാവുന്നതാണ്. എങ്ങനെ നട്ടിട്ടുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ കൊമ്പാണ് നമ്മൾ നട്ട് കൊടുക്കാറുള്ളത്. പിന്നെ കൊമ്പ് നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കൊമ്പിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടായി കിട്ടുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് മാറ്റി നട്ടു കൊടുക്കാൻ വേറൊരു പുതിയത് നശിച്ചു പോകുന്ന യാതൊരു പേടിയും വേണ്ട. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടായി കിട്ടുകയും ചെടി കരുത്തോടെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇതാണ് ഞാനിത് കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം എടുത്തൊരു വീഡിയോ ആണിത്. ഇതിൽ പൂക്കൾ ഇതേപോലെ മുട്ടുകൾ അല്പം ഒന്ന് വളർന്നു വരുന്നതോ ഉള്ളൂ, പൂവുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതോ ഉള്ളൂ. ഏകദേശം നവംബർ മാസം മുതൽ ഈ ഒരു ചെടി പൂവിടാനായിട്ട് തുടങ്ങും. ഏകദേശം ഒരു ഏപ്രിൽ മാസം വരെ ഉണ്ടാവും ഈ ഒരു പൂക്കൾ. നമുക്ക് ചില സ്ഥലങ്ങളിൽ എല്ലാ വർഷം തോറും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നല്ലൊരു ഭംഗിയുള്ള ചെടിയാണിത്. ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ അങ്ങനെ ഓവർ വളമൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും. എന്നാലും മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് നട്ടു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാ കൊന്നയാണെങ്കിൽ നമ്മൾ നട്ടു കൊടുത്തതിന് ശേഷം വലിയൊരു മരമായിട്ടാണ് നമുക്ക് പൂക്കൾ ഉണ്ടായി കിട്ടുക. ഈ ഒരു ചെടി എന്ന് പറയുന്നത് ഇതേപോലെ ഒരു വളരെ ചെറിയൊരു ചെടിയാണിത്. ഇതിൽ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. കാണാനായിട്ട് നമ്മുടെ ചെടിത്തോട്ടത്തിൽ കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ചെടി കൂടിയാണിത്. ഈ ഒരു ചെടിക്ക് നമ്മൾ ദിവസം ഒരു നേരമെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ദിവസം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെന്ന് പറയുന്നത് ഈ ചെടിക്ക് നമ്മൾ NPK വളം ഉണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ വളമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഇതിൻ്റെ ചുവട് നമ്മൾ മണ്ണൊന്ന് ഡ്രൈ ആയി കിട്ടുകയാണെങ്കിൽ ചുവടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഏതൊരു വളം ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മളിനി വളങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ചുവടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.